ഞാൻ വീഡിയോ ഓഫ് ആക്കിയോട്ടെ, കാരണം വെച്ചാൽ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വരണ്ട പറഞ്ഞിട്ടാ. ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ മൊബൈലും കൂടെ അടുത്ത് വെച്ചില്ലെങ്കിൽ ആരെങ്കിലും കയറി അറിയില്ല. നമ്മളിന്ന് യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞ മെറീഡിയനെയാണ് ഫോക്കസ് ചെയ്യണത്. യൂറിനറി ബ്ലാഡർ എന്ന് പറയാൻ സമയത്ത് പൊതുവെ മോഡേൺ മെഡിസിൻ്റെ സിസ്റ്റം പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന എക്സസ് വാട്ടറും അതേമാതിരി തന്നെ കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വരുന്ന സാധനങ്ങളും നേരെ അങ്ങനെ വരുന്ന സമയത്ത് അതേപോലെ കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ എന്താ പറയുക, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സഞ്ചി മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. പിന്നെ എക്സസ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യാനും കൂടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഫങ്ഷനെ കുറിച്ച് മോഡേൺ മെഡിസിന് ഇത്രയേ ഉള്ളൂ കൺസിഡറേഷൻ. പക്ഷേ TCMനെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറീഡിയനാണ് യൂറിനറി ബ്ലാഡർ. നമുക്കറിയാം വാട്ടർ എന്നുള്ള എലമെൻറ്റിൻ്റെ യാങ് ഓർഗൻ ആണ്. വെള്ളത്തിന് എന്താണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത് നമുക്കറിയാം. വെള്ളമാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. വെള്ളം ഉണ്ടായ ശേഷം ആണ് ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ പ്രകൃതിയിൽ ഉണ്ടായി എന്നാണ് സയൻസ് പറയുന്നത്, മോഡേൺ സയൻസ് പറഞ്ഞത്. കാരണം ജലം ഉണ്ടായ ശേഷം ആദ്യം ഉണ്ടായിരുന്നത് എന്താ പറയുക, പായൽ പോലെയുള്ള ചെറിയ ജീവികളാണ്. പിന്നീട് അതിൻ്റെ മൾട്ടിപ്പിൾ ഇൻക്രീസ് ചെയ്ത് വന്നിട്ടാണെന്ന് പറയുന്നത്. അപ്പം ജലമാണ് ഏറ്റവും വലിയ സോഴ്സ്. അതേമാതിരി തന്നെ ഏതൊരു സിവിലൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ ജലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്താ വെച്ചാൽ മെമ്മറി പവറുള്ള ഒരു 5 എലമെൻറ്റ്സ്. ഓരോ എലമെൻറ്റിനും പ്രത്യേകതയുണ്ട്. പക്ഷേ വാട്ടറിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതിന് മെമ്മറി പവറും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ എങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ ഈ ഭാരതീയ ഇതിനകത്ത് സന്യാസിമാർ ശപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പല സാധനം ഉണ്ടാവും, അല്ലെ? കിണ്ടി ഉണ്ടാവും, മെറ്റൽ കൊണ്ടുള്ളത്, മരം കൊണ്ടുള്ള ഭിക്ഷാപാത്രം ഉണ്ടാവും, അതേമാതിരി തന്നെ അവരുടെ അടുത്ത് ദണ്ടുണ്ടാവും. അങ്ങനെ കുറേ മാലകളും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരാരെങ്കിലും ശപിക്കുമ്പോൾ ഇതിൽ ശപിച്ചിട്ട് ഇങ്ങനെ കാണിക്കാറൊന്നുമില്ല, അല്ലേ? കയ്യിൽ ഭസ്മം ഉണ്ടെങ്കിൽ ഭസ്മത്തിൽ ശപിച്ചിട്ടൊന്നും എറിയാറില്ല. ശപിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് വെള്ളത്തിലാണ്. അവർ എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞ് അവരുടെ മേലെ തെളിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ശരിയല്ലേ? ആണോ? അറിയില്ല സാറ്. അതെ. നിങ്ങൾ സിനിമകളൊന്നും കണ്ടിട്ടില്ല? സിനിമയില് മറ്റേ ജപിച്ചിട്ട് കൈ ആകാശത്തേക്ക് ചില കാണാറുണ്ട്. അതെ, ഓക്കെ. നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉപയോഗിക്കുക വെച്ചാൽ. അതേമാതിരി തന്നെ ഭാരതീയ കൺസെപ്റ്റിൽ ഏത് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടെങ്കിലും അഗ്നിക്ക് തുല്യമായിട്ട് ജലത്തിനെയും വെച്ചിട്ടുണ്ടാവും. ഓക്കെ. സോ നമ്മളുടെ സിവിലൈസേഷൻ എല്ലാം തന്നെ ജലമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾക്കല്ലേ വെള്ളം യൂസ് ചെയ്യണത്, അല്ലാതെ ഇങ്ങനത്തെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളം യൂസ് ചെയ്യും. കാര്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കും. അവസാനം മരണത്തിന് മുമ്പ് എല്ലാ മതവിഭാഗത്തിലും കുളിപ്പിക്കുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്, അല്ലേ? അതിന് ശുദ്ധിയാക്കലും അത് തന്നെ വേണം. സോ നമ്മുടെ TCM അതുപോലെ സംബന്ധിച്ചനുസരിച്ച് നമ്മുടെ മെറീഡിയൻ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്മറിയുടെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനത് വിട്ടുപോയി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യുന്ന ഒരാളുണ്ട് ജപ്പാനിൽ, മൊസാറോ ഇമോട്ടോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ മലയാള പുസ്തകം പോരാ ശരിക്കും പറഞ്ഞ ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് തന്നെ വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ മലയാള പുസ്തകം കിട്ടും, വെള്ളത്തിന് പറയാനുള്ളത് അല്ലെങ്കിൽ ജലത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും കിട്ടും. ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവർ ഇംഗ്ലീഷ് വായിക്കുക, അല്ലെങ്കിൽ മലയാളം വായിക്കുക. ജലത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു എലമെൻ്റാണ് വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ യാങ് പാർട്ടാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ. ഓക്കെ. വെള്ളത്തിന് എപ്പോഴും വന്നിട്ട് സഞ്ചാരം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാങ്ങിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഓർഗൻ കൂടിയാണ് വെള്ളം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെസ്സേജ് നമ്മുടെ സബ്ജക്റ്റ് അല്ല, എന്നിരുന്നാലും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ നെർവ് സിസ്റ്റമായിട്ട് ഒന്നാമത് മെറീഡിയനിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളൊരു മെറീഡിയൻ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറാണ്. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ദൂരം, അതായത് അതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാലും
സഞ്ചരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശരീരത്തെ കവർ ചെയ്ത് പോകുന്ന ഒരു മെറീഡിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും യൂറിനറി ബ്ലാഡർ മെറീഡിയൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഇന്നോർഗൻ നമുക്കറിയാം കിഡ്നിയാണ്. കിഡ്നിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെയേറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ. അതേമാതിരി എമോഷൻസുമായിട്ടും ഫ്ലൂയിഡ് മെറ്റബോളിസമായിട്ടും അതേമാതിരി തന്നെ നമ്മുടെ മസിൽ മറ്റുള്ള സാധനങ്ങളിലായിട്ടൊക്കെ തന്നെ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ. അതുമാത്രമല്ല, നമുക്കറിയാം യൂറിനറി മെറീഡിയൻസിനെ വന്നിട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആശുപത്രിയിൽ സർജറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫ്രണ്ട് വശത്താണ് സർജറി കൂടുതൽ ഉണ്ടാവുക. ഒരു ഡെലിവറി ടൈമിനാണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് സർജറി ചെയ്യാൻ ഫ്രണ്ട് വശത്താണ്, മുൻവശത്താണ് നമ്മുടെ സർജറികളൊക്കെ കൂടുതൽ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഈ സെല്ലുകൾ ഈ മെറീഡിയൻ തമ്മിൽ ആരെങ്കിലും ചോദിച്ചിരുന്നു? ഇല്ല സാർ, ആരും ചോദിച്ചില്ല. ഈ മെറീഡിയൻസ് തമ്മിൽ ചിലപ്പോൾ വന്നിട്ട് റീകണക്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല. റെഗുലറായിട്ട് ഇപ്പോൾ 1-2 സിസേറിനൊക്കെ കഴിഞ്ഞവർക്ക് ചില മെറീഡിയൻ ഭാഗ്യവശാൽ അത് റീജോയിനിങ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി പ്രോപ്പർ ആയിരിക്കും. അതല്ലെങ്കിൽ അങ്ങോട്ട് അത്ര പ്രോപ്പറായിട്ട് വരത്തില്ല. അതുമാത്രമല്ല, നമ്മൾ എങ്ങനെയാണോ ട്രിപ്പിൾ വാർമർ വന്നിട്ട് എല്ലാ ഓർഗൻസിനെയും എല്ലാ സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യുന്നത്, നമ്മുടെ സ്പൈനൽ കോഡിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ പാരലായിട്ട് തന്നെയാണ് പോണത്. അതല്ലേ ഒരു നമ്മുടെ റെയിൽവേ ട്രാക്ക് പോകുന്നത് പോലെ 2 വശത്തും 1.5 ചൂൺ ദൂരത്തിലും അതേമാതിരി തന്നെ 3 ചൂൺ ദൂരത്തിലും ഈ നമ്മുടെ യൂറിനറി ബ്ലാഡർ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ 16 ബാക്ക് ഷൂ പോയിന്റ്സ് എല്ലാം തന്നെ യൂറിനറി ബ്ലാഡറിന്റെ മെറീഡിയനിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനെയും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു മെറീഡിയനാണ് ബ്ലാഡർ മെറീഡിയൻ. ആക്ച്വലി അതിന്റെ ക്രെഡിറ്റ് ബ്ലാഡർ മെറീഡിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്പൈനൽ കോഡിൽ നിന്നും ഈ സാധനങ്ങൾ വന്ന് ഓർഗനെ കണക്ട് ചെയ്യുന്ന ഭാഗം ആ വരുന്ന ഭാഗത്ത് തന്നെ 1.5 ചൂൺ മാറിയും 3 ചൂൺ മാറിയിട്ടും ഈ മെറീഡിയൻ ആ നെർവ് സിസ്റ്റത്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഓർഗനുമായിട്ടും നേരിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ആളുകളുണ്ടാവും. അവരേത് പാർട്ടിക്കാരാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ല. ഓക്കെ, എല്ലാ പാർട്ടിക്കും BJP ആയിട്ടും ബന്ധമുണ്ടാവും, കോൺഗ്രസ് ആയിട്ടും ബന്ധമുണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടും ബന്ധമുണ്ടാവും, പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മുസ്ലിം ലീഗോ ഏത് ആ ഒരു ഏരിയയിൽ ഇപ്പോൾ അവരുടെ ബിസിനസ് സമുച്ചയമൊക്കെ എടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ ഓണർ അല്ലേ, അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടിക്കാരോട് മാത്രം അനുഭവം ഉണ്ടാവും. അവരെ സംബന്ധിച്ച് എല്ലാ പൊളിറ്റീഷ്യൻസും അവർക്ക് ആവശ്യമുള്ളതാണ്, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവും. സോ അതേമാതിരി തന്നെയുള്ള ഒരു സാധനമാണ് ഈ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. എല്ലാ ഓർഗനുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് മനസ്സിലാവണ്ടേ ഞാൻ എന്താ ഉദ്ദേശിക്കണെന്ന്? കാരണം യൂറിനറി ബ്ലാഡറിന്റെ ബാക്ക് ഷൂ പോയിന്റില് മറ്റേ എല്ലാ ഓർഗന്റെയും അതെന്തുകൊണ്ടാണ് ബാക്ക് ഷൂ പോയിന്റ്സ് അവിടെ വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ ട്രാവൽ ചെയ്ത് പോകുന്ന പാത്താണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ പോയിന്റ് ഉള്ളത് കൊണ്ട് കണക്ഷൻസ് കൂടുതലുള്ള ഒരു ഓർഗനും കൂടിയാണ്. ഓക്കെ, പൊതുവെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജെൻസിന് യൂറിത്ര കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, സ്ത്രീകൾക്ക് അങ്ങനെ യൂറിത്ര ചെറിയൊരു പോയിന്റ് ആയിട്ട് മാത്രമായിരിക്കും. പിന്നെ ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഉണ്ടാവും, സ്ത്രീകൾക്ക് പ്രോസ്റ്റേറ്റ് ഉണ്ടാവില്ല. ഈ 2 വേരിയേഷനാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയൊക്കെ ആൾമോസ്റ്റ് സെയിം തന്നെയാണ് അനാട്ടമിക്കലി. സോ അതായത് പലർക്കും വന്നിട്ട് ടെസ്റ്റിക്കിൾസും പ്രോസ്റ്റേറ്റും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ടെസ്റ്റിക്കിളും പ്രോസ്റ്റേറ്റും ഒന്നാണെന്നാണ് പലരും വിചാരിക്കുന്നത്. അതൊന്നല്ല, പ്രോസ്റ്റേറ്റ് ഇന്റേണലി ഉള്ളതാണ്, ബാക്കി ബാക്കിലുള്ള ബോൾസിനെ ടെസ്റ്റിക്കിൾസ് എന്നാണ് പറയാം. ഓക്കെ, നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ സമയത്ത് ഇതൊരു മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിഞ്ചിയാണ്. ഇതിൻ്റെ ഒരു 70% ഒക്കെ നമ്മൾ ഫില്ലാകുമ്പോൾ തന്നെ യൂറിനറി ടെംപ്ടേഷൻ വരും. അവിടുന്ന് ഒരു ഇൻഫർമേഷൻ ബ്രെയിനിന് കൊടുക്കും. ഇങ്ങനെയാണ് യൂറിൻ ബ്ലാഡർ ഫുൾ ആവാറായി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ചെറിയ സെൻസേഷൻ വരും.
അപ്പോൾ നമ്മൾ യൂറിൻ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് ഓർഡർ വരുമ്പോൾ ആ പൈപ്പ് ഓപ്പൺ ആകും, നമ്മൾ യൂറിനേഷൻ പോകും. അതേ സമയത്ത് നമ്മൾ ആ സമയത്ത് മൂത്രം ഒഴിക്കാൻ പോയില്ല എങ്കിൽ ആ സമയത്ത് ആ വാൾവ് ക്ലോസ് ചെയ്യും. ബ്രെയിൻ പറയും ഇപ്പോൾ ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ വ്യക്തി യൂറിൻ ഒഴിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കണം, നിങ്ങൾ വേറെ പർപ്പസ് നോക്കിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് ഈ ബ്ലാഡർ എന്ത് ചെയ്യിച്ചാൽ ഇപ്പം എന്തായാലും യൂറിൻ ഒഴിക്കുന്ന ടെംപ്റ്റേഷൻ ഇല്ല, ആൾ ഒഴിക്കാൻ റെഡിയല്ല, അത് ഐദർ സിനിമയ്ക്ക് പോയിട്ട് കയറി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോക്കിലാണെങ്കിൽ യൂറിനറി ബ്ലാഡർ എന്ത് വെച്ചാൽ തിരിച്ച് വെള്ളത്തിന് അവിടെ നിന്നുള്ള എക്സസ് വെള്ളത്തിന് അബ്സോർബ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോയി യൂറിൻ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് യൂറിനേഷൻ വരത്തില്ല. കാരണം വെച്ചാൽ ഇത് ആൾറെഡി വേറൊരു പർപ്പസിലുള്ളതുകൊണ്ടാണ്. പിന്നീട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കാനാണ് നിൽക്കണമെന്നുള്ളത് തിരിച്ചു പോയി ആ പണികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിനുശേഷം ബ്രെയിനിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമേ യൂറിൻ പെട്ടെന്ന് നമുക്ക് പോയി ഒഴിക്കാൻ പറ്റത്തുള്ളൂ, അതല്ലെങ്കിൽ ലോങ് ടൈം ആകും. ഇത് നമ്മൾ ആൾറെഡി മറ്റേ ഓർഗൻ ക്ലോക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ ഫങ്ഷണാലിറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഞാനെല്ലാം പറഞ്ഞു. സോ ഇതിൻ്റെ മെറീഡിയൻ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇന്നർ കാഞ്ചസിൻ്റെ അപ്പർ ഏരിയയിൽ നിന്ന് തുടങ്ങുന്ന മെറീഡിയൻ നേരെ നമ്മളുടെ ഹെയർ ലൈനിലേക്ക് ടച്ച് ചെയ്യും. അവിടുന്ന് 0.5 ചൂൺ മാറിയിട്ട് തിരിച്ചും 0.5 അല്ല 1 ചൂൺ മാറിയിട്ട് തലയുടെ നേരെ ഹെയറിൻ്റെ ഭാഗത്തൂടെ സ്കാൽപ്പിലൂടെ നേരെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇൻറ്റേർണൽ മെറീഡിയൻ വന്നിട്ട് ഇവിടുന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് 0.5 ചൂൺ, അതായത് നമ്മുടെ ഡ്യൂ മെറീഡിയന് പാരലായിട്ട് 0.5 ചൂണിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന മെറീഡിയൻ വന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന ഭാഗം വന്ന ഉടനെ GB20 ആൾമോസ്റ്റ് അടുത്ത് വന്ന ശേഷം ഇത് സ്പ്ലിറ്റ് ചെയ്ത് 2 പാത്വേ ആയിട്ട് റെയിൽവേ ട്രാക്ക് പോലെ പോകും. ഒന്ന് സ്പൈനൽ കോഡിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ടും ഇനിയൊന്ന് സ്പൈനൽ കോഡിൽ നിന്നും 3 ചൂൺ മാറിയിട്ടും നേരെ ട്രാവൽ ചെയ്യും. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ വെർട്ടിബ്രയുടെയും ഫിനിഷിങ്ങിൽ വന്നിട്ട് 2 പാത്തിലും അക്യുപഞ്ചർ പോയിന്റുകളുണ്ട്. ഇതേപോലെ തന്നെ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ. അതായത് ഇത് 1.5 ചൂണും 3 ചൂണും മാറിയിട്ടാണെങ്കിൽ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തന്നെ വശങ്ങളിൽ തന്നെ എല്ലാ വെർട്ടിബ്രയുടെയും 2 വശത്ത് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അതും നമുക്ക് ഈ യൂറിനറി ബ്ലാഡറിലെ ഈ പോയിന്റ്സ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതെ അതെ അതെ, എല്ലാ വെർട്ടിബ്രയുടെയും ഉണ്ട്. നിങ്ങൾ PNST ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പോയിന്റും അതേമാതിരി തന്നെ യൂറിനറി ബ്ലാഡറിലെ ഈ പോയിന്റ്സിനൊക്കെ തന്നെയാണ് നിങ്ങൾ. സാർ ഒരു സംശയം സാർ, എന്തുകൊണ്ടാണ് അത് UB10 കഴിഞ്ഞാൽ അവിടുന്ന് ഡിവൈഡ് ആയി പോകുന്നത്, മറ്റേ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്? അത് എന്തെങ്കിലും TCM പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്? അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് മെറീഡിയൻ ഞാൻ വിചാരിക്കുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗൻ കമ്മ്യൂണിക്കേഷൻ മുഴുവനും പോകുന്നത് ഈ വശത്ത് കൂടിയല്ലേ. അത് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ 11+12 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്പറിന്റെ കാര്യമാണോ പറയുന്നത്? യെസ് സാർ. നമ്പറിന്റെ കാര്യം വന്നിട്ട് ഈ 2 കൺസെപ്റ്റിലാണ് ഇതിനെ കൺസിഡർ ചെയ്യാറ്. ഒരു വിഭാഗം വന്നിട്ട് കഴുത്തു നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ സ്പൈനൽ കോഡിന്റെ അവിടെയുള്ളതിന് 12, 13, 14, 15, 16 എന്ന് പോകും. ഓക്കെ, പിന്നെ ഒരു സിസ്റ്റം ഉണ്ട്. അത് വന്നിട്ട് എന്ത് വെച്ചാൽ 12 കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് 13 ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ട്. ഈ നമ്പറിംഗ് സിസ്റ്റം വന്നിട്ട് TCM ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ബന്ധമില്ല. അതായത് ഈ TCM പഠിക്കാൻ പോയ ഡോക്ടേഴ്സ് ഇവരുടെ ഈ പേരുകളൊന്നും നമുക്ക് വരത്തില്ല. ചൈനീസിന്റെ പിങ് ഒക്കെ നമ്മൾ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നതും വെസ്റ്റേൺ മീഡിയക്കാര് പ്രൊണൗൺസ് ചെയ്യുന്നതും ചൈനീസ് പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിനെ മനസ്സിലാക്കിയിട്ട് അവരൊരു നമ്പറിംഗ് സിസ്റ്റം വെച്ചു എന്നേ ഉള്ളൂ. അത് വെസ്റ്റേൺ തന്നെ 2 തരത്തിലാണ് ഈ നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവര് ഒന്നില്ലെങ്കിൽ ആ പഠിക്കുന്ന പുസ്തകത്തിൽ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ പഠിക്കണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം 12, 13, 14 എന്ന് പോകുമ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നു. അതല്ലാണ്ട് ഇതിന് വേറെ പ്രാധാന്യം ഇല്ല കേട്ടോ. ക്ലിയർ ആയോ സാർ? സാർ അല്ലെ, ഞാൻ സംശയം നമ്മുടെ UB10 അവിടുന്ന് മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരേ അളവില് 1.5 ചൂണ്ട് അകലത്തില് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നു.
പക്ഷെ അത് നമ്പറിംഗ് നമ്പറിംഗ് അത് അത് എന്തെങ്കിലും വേറെ ആക്ച്വലി എന്തെങ്കിലും അടിസ്ഥാനത്തിൽ ഇല്ലില്ല, അങ്ങനെ ചെയ്തതാണോ? ഇതിന് അടിസ്ഥാനം ഇല്ല. എന്താ കാരണം വെച്ചാല് ഇപ്പം നമ്മള് വെസ്റ്റേണിൽ തന്നെ രണ്ട് സിസ്റ്റത്തില് നിങ്ങൾ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ കാണാം ചിലവർ ഇങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ എല്ലാവരും ഒരു പുസ്തകം ഉണ്ടാവും, ഒരു അക്യുപഞ്ചർ പോയിന്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ചിത്രം ഇട്ടിട്ടുള്ള ഒരു പുസ്തകം. ആൾമോസ്റ്റ് PDF എല്ലാവിടെയും കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരെണ്ണമുണ്ട്. എല്ലാ മെറിഡിയന്റെയും ചിത്രം ഇട്ടുണ്ടാവും. ഒരു എന്താ പറയാ, ഏകദേശം ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് നമ്പറിംഗ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ചൈനീസ് ബുക്കാണോ സാർ പറയുന്നത്? അല്ല, ഒരെണ്ണം ഉണ്ട്. ചൈനീസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മലയാള അതിനകത്ത് പുസ്തകമാണോ? മലയാളമല്ല, ഇംഗ്ലീഷാ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനീസിന്റെ പുസ്തകത്തിൽ ഈ കൺഫ്യൂഷൻ ഇല്ല. അവർക്ക് നമ്പറിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. വെസ്റ്റേൺ ഡോക്ടേഴ്സോ മറ്റോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്പർ ഉപയോഗിക്കുക. ബാക്കി ചൈനീസ് സിസ്റ്റത്തിന്റെ പഴയ പുസ്തകത്തിൽ ഏതിനും നമ്പറിങ് അല്ല, അവരെല്ലാവരും പേരുകളാണ് കൊടുക്കുക. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സൗകര്യത്തിനാണ് നമ്പറിങ് കൊടുത്തത്. നമ്മളിവിടെ പഠിക്കുന്നത് വന്നിട്ട് 1.5 ചൂണിലുള്ളതൊക്കെ മറ്റേ ഒരേ ഓർഡറിലും, അതിനുശേഷം സെക്കൻഡ് മെറിഡിയനാണ് നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ എന്താ വെച്ചാൽ യൂണിഫോമിറ്റി ഉണ്ടാവില്ല, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ മെറിഡിയൻ കഴുത്തിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഒരെണ്ണം ബട്ടക്സിലേക്ക് വന്ന്, ഓക്കെ, തിരിച്ച് ബട്ടക്സിന്റെ മുകളിലേക്ക് കയറി തിരിച്ച് തൊട വഴി വന്ന് കാൽമുട്ടിൻ്റെ അവിടെ വന്ന് ഫിനിഷ് ചെയ്യും. സെക്കൻഡ് പാത്ത് വന്നിട്ട് 3 ചൂൺ മാറിയിട്ടാണ് വരുന്നത്. അത് നേരെ നമ്മുടെ ബട്ടക്സ് ഏരിയയിൽ വന്ന ശേഷം നേരെ ഈ മുട്ടിൽ വന്നിട്ട് മധ്യഭാഗത്ത് 2 മെറിഡിയനും കൂടി വീണ്ടും ഒരെണ്ണമായിട്ട് കാൽവണ്ണ വഴി നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് വന്ന് അവിടുന്ന് പതുക്കെ സൈഡിലേക്ക് മാറിയിട്ട് കാലിൻ്റെ ആൻറ്റീരിയർ സൈഡിലൂടെ വന്ന് ചെറുവിരലിൽ അവസാനിക്കുന്ന 67 പോയിന്റാണ്. ബാക്ക് ഷൂ പോയിന്റ്സ് എല്ലാം തന്നെ ഈ ഓർഗണിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതേമാതിരി സർജറി അധികം ആളുകൾക്കും ഫ്രണ്ട് സൈഡിലായിരിക്കും സർജറി ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് നീഡിൽ ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുന്നുള്ളൂ എങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ് യൂറിനറി ബ്ലാഡർ. ഈ യൂറിനറി ബ്ലാഡറിലെ 67 പോയിന്റ്സ്, അതല്ലെങ്കിൽ മുതുകിലുള്ള എല്ലാ പോയിന്റും നിങ്ങൾ തറയാൽ തന്നെ ബാക്കിയുള്ള പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രീറ്റ് ചെയ്യാൻ കൂടെ പറ്റും. കാരണം എല്ലാം വെർട്ടിബ്രയുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് UB മെറിഡിയനിൽ. നിങ്ങളൊരു മസാജ് ചെയ്യുന്നത് ഏത് സിസ്റ്റത്തിലായിക്കോട്ടെ, ബോഡി തെറാപ്പി ചെയ്യുന്ന ഏത് സിസ്റ്റത്തിലും ആയിക്കോട്ടെ, അത് മറ്റെന്താ പറയുക, സ്കിന്നിലാണെങ്കിലും ശരി, ഡീപ്പ് ടിഷ്യൂസ് ആണെങ്കിലും ശരി, നിങ്ങൾ ഹിജാമ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, വേറെ എന്തൊക്കെ നിങ്ങൾ ഗൂഷ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഏതൊരു സിസ്റ്റത്തിനകത്തും ഈ മുതുകിലുള്ള ഈ മെറിഡിയൻസിനെ ടച്ച് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ചവിട്ടി ഒഴിയുമ്പോൾ പോലും നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സിനെ ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും യൂറിനറി ബ്ലാഡറിൽ തന്നെയാണ് ചവിട്ടി ഒഴിയിലും മറ്റുമൊക്കെ. ഓക്കെ, അതിൻ്റെ ഇന്റേണൽ പാത്ത് ബാക്കിയുള്ളതിന് മാതിരി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ചെറുതായിട്ട് ബ്ലൂ കളർ തെറ്റി വരുന്നുണ്ട്. ആക്ച്വലി ബ്ലൂ മധ്യഭാഗത്തു കൂടി തന്നെയാണ് വരുന്നത്, വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് ചിത്രത്തിൽ കുറച്ച് മാറി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മുതുകത്തിൻ്റെ അവിടെ നിന്ന് അത് കിഡ്നിക്കും യൂറിനറി ബ്ലേഡറിലേക്കും ഇന്റേണലി കണക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മെറിഡിയൻസിനൊക്കെ കുറച്ചേറെ ഭാഗങ്ങളുമായിട്ട് ഇന്റേണൽ മെറിഡിയൻ ഉള്ളത്, UB മെറിഡിയൻ എന്തുകൊണ്ടാണ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡയറക്റ്റായിട്ട് വെർട്ടിബ്രയിൽ വരുന്ന എല്ലാ നെർവ് സിസ്റ്റവുമായിട്ട് ഇത് 1.5 ചൂണിൽ തന്നെ കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് ഇതിന് വേണ്ടി വരുന്നില്ല. പക്ഷെ അതിൻ്റെ പേരന്റ് ഓർഗനായിട്ടുള്ള കിഡ്നിനെയും യൂറിനറി ബ്ലാഡറിനെയും എന്തായാലും ടച്ച് ചെയ്യണം. അതുകൊണ്ട് ആണെന്ന് വിചാരിക്കുന്നു. ഇതിന് മാത്രം ഏറ്റവും കുറച്ച് ഇന്റേണൽ മെറിഡിയനും ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ മെറിഡിയനാണ് ഉള്ളത്. ഇത് എൻ്റെ കൺസെപ്റ്റാണ്, TCMൻ്റെ അല്ല. അപ്പോൾ അതിന് പറ്റിയൊരു ഗിഫ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് യൂട്യൂബിൽ കിട്ടുന്നത് തന്നെയാണ്. ഇന്നർ കാഞ്ചസിൻ്റെ കുറച്ച് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന മെറിഡിയൻ തലയുടെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം വശങ്ങളിലേക്ക് 1 ചൂൺ മാറും. അങ്ങനെ മാറുന്ന സമയത്ത് ഒരെണ്ണം മധ്യഭാഗത്ത് DU ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരെണ്ണം നേരെ കാതിനെ വന്ന് കവർ ചെയ്യുന്നുണ്ട്, ഇന്റേണൽ മെറിഡിയൻ. അതിനുശേഷം മറ്റേ സ്കാൽപ്പിൻ്റെ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് 1.5 ചൂൺ ദൂരത്തിൽ ഇവിടെ ട്രാവൽ ചെയ്ത് അത് മുതുക് വശം വഴി വന്ന് ബട്ടക്സിലേക്ക് കയറി മെറിഡിയൻ ഒന്ന് പൊക്കോട്ടെ കേട്ടോ. അവിടെ നിന്ന് അത് കിഡ്നിനെയും യൂറിനറി ബ്ലാഡറിനെയും ഇന്റേണലി ടച്ച് ചെയ്യുന്നു.
തിരിച്ച് ആ മെറീഡിയൻ്റെ നോർമലായിട്ടുള്ള എക്സ്റ്റേണൽ പാത്ത് ബട്ടക്സിൻ്റെ അവിടെ വന്ന ശേഷം തിരിച്ച് നമ്മുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇത് ലോവർ ബാക്കുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ലോവർ ബാക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. ഓക്കെ, അവിടെ വരും. മറ്റേ പാത്വേ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് 3 ചൂൺ ദൂരത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേ മെറിഡിയൻ്റെ 1.5 ചൂൺ ദൂരത്തിൽ ഇതേമാതിരി പോയിന്റ് ഷെയർ ചെയ്ത് വരും. ഏകദേശം ഈ രീതിയിലാണ് മെറിഡിയൻ ട്രാവൽ ചെയ്യുന്നത്. ചിത്രങ്ങളൊക്കെ വന്നിട്ടും ഇതെല്ലാം തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ വഴികാട്ടി പോലെയാണ്. ഇതിനെ ആസച്ച് എടുക്കരുത്. ഓക്കെ, ചെറുവിരലിൻ്റെ നെഗക്കോണിൽ വന്ന് അവസാനിക്കുന്നതാണ്. അങ്ങനെ 67 പോയിന്റാണ് നമ്മുടെ ഈ മെറിഡിയന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ്. പൊളാരിറ്റി യാങ് ആണ്. ഡയറക്ഷൻ നോർത്താണ്. നമ്മളത് പറഞ്ഞു. എപ്പോഴും നിങ്ങളടുത്ത് ചെക്ക് ചെയ്യാനും പറഞ്ഞിരുന്നു, ഒരു റൂമുകൾ ചെക്ക് ചെയ്യാൻ സൗത്തും നോർത്തിലും ഏത് വശത്താണ് എപ്പോഴും ഹീറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതൽ എന്നുള്ളത്. സീസൺ വിൻ്റർ ആണ്. ക്ലൈമറ്റ് കോൾഡ് ആണ്. ഇതിൻ്റെ സെൻസ് ഓർഗൻ നമുക്കറിയാം, ഇയർ ആണ് ഓർഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിയറിംഗ് ആണ് ഇതിൻ്റെ സെൻസ്. ടിഷ്യൂസ് വന്നിട്ട് ബോണുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള സാധനമാണ് വാട്ടർ. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് കറേജ്, ലോയൽ, മറ്റേ വളരെ കുറച്ച് ഫ്രണ്ട്സിലേ ഉള്ളൂ, പക്ഷെ അവരുമായിട്ടും ഫാമിലി ആയിട്ടുമൊക്കെ സ്നേഹത്തോടു കൂടി ഇരിക്കുന്നവരായിരിക്കും. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എങ്കിൽ പോലും അവരോട് സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും. ഇതിൻ്റെ നെഗറ്റീവ് ഇമോഷൻ ഇതിൻ്റെയൊക്കെ നേരെ തിരിച്ചാണ്. ഫിയർഫുള്ളായിരിക്കും, സത്യം വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാത്ത ആളുകളായിരിക്കും. അതേമാതിരി തന്നെ പെട്ടെന്ന് ഭയപ്പെടുന്ന ആളുകളായിരിക്കും, ഉൾവലിയുന്ന ആളുകളുമായിരിക്കും. ഓക്കെ, ഫ്ലേവർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൾട്ടി ആണ്. ഉപ്പ് അധികം കഴിക്കുന്നത് കിഡ്നിക്ക് ലോഡ് വരുന്നൊരു സാധനം കൂടിയാണ്. ബ്ലാക്ക് ആണ് ഇതിൻ്റെ കളർ റെപ്രസെൻ്റ് ചെയ്തത് TCM പ്രകാരം. അതേമാതിരി തന്നെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുന്നതിന് പകരം ശബ്ദത്തിലൂടെ വേദന, ആവൂ, അമ്മേ, അയ്യോ എന്നൊക്കെ പറയാറില്ലേ. സോ അങ്ങനെയുള്ള ശബ്ദമാണ് വാട്ടറിൻ്റെ. ഇത് മൂളിച്ചാന്നൊക്കെ പറയില്ലേ ചിലർക്ക്, വിത്ത് അതായത് പെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ വായിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ എന്നുള്ള ഉദ്ദേശത്തിലാണ്. റോട്ടൻ എന്ന് പറഞ്ഞാൽ അളിഞ്ഞതാണ്. സ്മെല്ലെന്ന് പറയുന്നത് അളിഞ്ഞ സ്മെല്ലാണ്. ഓക്കെ, ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് 3 to 5 PM ആണ്. ഉച്ചയ്ക്ക് ശേഷം 3 to 5 ഈ സമയത്ത് നമുക്ക് യൂറിനേഷൻ ടെൻഡൻസി പൊതുവേ കൂടുതലായിരിക്കും. ഇതിൻ്റെ പെയേർഡ് ഓർഗൻ കിഡ്നിയാണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓർഗൻ എന്ന് പറയുമ്പോൾ രാവിലെ 3 to 5 ഏത് ഓർഗനാണ്? നമ്മളുടെ ഏത് ഓർഗനാ? ലങ് എന്ന് പറയുന്ന ഓർഗൻ. ഓക്കെ, അതേ സമയത്ത് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ലങ് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ചിലർക്ക് അത് രാവിലെ ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് ഈ 3 to 5 വരും. ഈ 3 to 5 വരുന്ന സമയത്ത് ആക്ച്വലി അത് ലങ്ങിനാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിലും അതിൻ്റെ റീസൺ ലങ് അല്ല, മറിച്ച് വാട്ടറാണ്. ഇത് ഒട്ടുമിക്ക ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് മറ്റേ ലേഡീസിന്, പ്രത്യേകിച്ച് വന്നിട്ട് മറ്റേ വർക്കിംഗ് സ്കൂളുകളിലും മറ്റും വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കും ടീച്ചേഴ്സിനുമാണ്. കാരണം ഇന്ന് കാലത്ത് ഒരുവിധം ബാത്റൂംസ് ഒക്കെ നല്ലതുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പൊക്കെ നോക്കുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഫെസിലിറ്റി കുറവുള്ളതുകൊണ്ട് ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, യൂറിനേഷൻ അടക്കി വെക്കുകയും വെള്ളം കുറച്ച് കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ വാട്ടറിന് ഉണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവുന്നത് അവരുടെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഈ 4 o'clock 5 o'clock സമയത്താണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ മെറീഡിയൻ എന്ന് പറയുന്നത് ഞാൻ ഫേസ് ടു ഹാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി, അത് തെറ്റാണ്. ഫേസ് ടു ലെഗ് ആണ്. ഓക്കെ, അതേമാതിരി തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് പോയിന്റ്സ് 67 കൾട്ടിവേഷൻ. അതായത് മറ്റേ മഴക്കാലത്ത് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക വെച്ചാൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് അവിടെ കൾട്ടിവേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. TCMൽ എന്തുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കാലത്ത് പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാൽക്കുലേഷൻസും. അതുകൊണ്ട് മഴക്കാലത്ത് എന്ത് ചെയ്തിരിക്കണം, നേരത്തെ കൃഷി ചെയ്ത് കൊയ്തെടുത്ത സാധനങ്ങൾ സ്റ്റോറിങ് ടൈം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ,
അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതേമാതിരി തന്നെ ഇതിന്റെ കോഡ് ഉപയോഗിക്കുന്ന സമയത്ത് UB എന്നും ഉപയോഗിക്കാറുണ്ട്, BL എന്നും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ബ്രൈറ്റ് ഐസ് എന്നാണ്. അപ്പൊ തന്നെ നമുക്കറിയാം കണ്ണിന് പറ്റിയ പോയിന്റ്സ് ആണ് UB1 എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ഫേസ് ഇൻ ദ ഡിപ്രഷൻ സുപ്പീരിയർ ടു ദ ഇന്നർ കാഞ്ചസ്. ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ഒരു മിനിറ്റ്. അതായത് ഇന്നർ കാഞ്ചസ് ഇല്ലേ, നേരെ കൺപിരികത്തിന്റെ അവിടെയല്ല, മറിച്ച് ഒരു ജസ്റ്റ് എന്താ പറയുക കുറച്ച് മുകളിലായിട്ട്, ഒരു പൊടിക്ക് മുകളിലായിട്ട് ആ കുഴിയിലാണ് വരുന്നത്. ഇപ്പം എക്സാമ്പിൾ വന്നിട്ട് ഇപ്പം കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് കണ്ണിന്റെ ഇന്നർ കാഞ്ചസിന്റെ തൊട്ട് മുകളിൽ പിരികത്തിന്റെ താഴെയായിട്ട് ഒരു ബൾജിങ്ങും അതിനകത്ത് ഒരു യെല്ലോയിഷ് കളറും വരും. അങ്ങനെയുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിരിക്കും. സോ ആ ഭാഗത്താണ് ഈ പോയിന്റ് വരുന്നത് കേട്ടോ, യൂറിനറി ബ്ലാഡറിന്റെ പോയിന്റ്. സൈനസിൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്കും വന്നിട്ട്, അല്ലെങ്കിൽ സൈനസിൽ കഫം അടിഞ്ഞുകൂടിയിട്ടുള്ളവർക്ക് അവിടെ ഒരു ബൾജിങ് ഉണ്ടാവും. ഈ പോയിന്റിന്റെ പ്രത്യേകത ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റ് ക്രോസിംഗ് പോയിന്റ് ആണ്. ഒന്ന് യൂറിനറി ബ്ലാഡർ, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, സ്റ്റൊമക്ക്, ഇൻചിയാവോ ആൻഡ് യാൻചിയാവോ വെസൽസ് എല്ലാം കൂടി ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നല്ല പോയിന്റ് ആണ്. നിങ്ങളിവിടെ സുജോക്ക് നീഡിലോ മറ്റേയൊക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ TCMലൊക്കെ വന്നിട്ട് 1-2 നീഡിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ദയവായിട്ട് അതിനൊന്നും പരീക്ഷണത്തിന് മുതിരരുത്. ഓക്കെ, അതൊക്കെ അനാട്ടമി ഫിസിയോളജി നന്നായിട്ട് അറിയാവുന്നവർക്കും ആ ബോൾ ഏത് വശത്താണെന്നൊക്കെ അറിഞ്ഞ് 1-2 നീഡിൽ ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന അക്യുപഞ്ചറിസ്റ്റുകളും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ദയവായിട്ട് അത് വീഡിയോ ഒക്കെ കണ്ടിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. വളരെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ അത് തട്ടാനുള്ള സാധ്യതയുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതേമാതിരി മോക്സ കൊടുക്കുന്നതും റെക്കമെൻഡഡ് അല്ല. ഞാനിവിടെ അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. മോക്സിയും കൊടുക്കരുത്. ഓക്കെ, എന്തിനൊക്കെയാണ് ഈ പോയിന്റ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം, ഇന്നത് എന്നില്ല, ബ്ലർ വിഷൻ ആയിക്കോട്ടെ, അതേമാതിരി അടുത്തുള്ളത് കാണുന്നുണ്ട്, മറ്റേ ദൂരെയുള്ളത് കാണുന്നില്ല, അല്ലെങ്കിൽ രാത്രി കാഴ്ചക്കുറവ്, കളർ ബ്ലൈൻഡ്നെസ്, അതേമാതിരി തന്നെ ഇന്നർ കാഞ്ചസിൽ വളർച്ച, അതായത് ഒരു ദശ പോലെ വന്നിട്ട് ഇന്നർ കാഞ്ചസിന് കണ്ണിന്റെ ഭാഗത്തേക്ക് വരുന്ന വളർച്ച, കാറ്ററാക്ട്, റെഡ്നെസ്, പെയിന്, പിന്നെ എന്താ പറയുക, മറ്റേ വെള്ളം കണ്ണിന്ന് ഏത് സമയത്തും വെള്ളം, ചിലവർക്ക് വന്നിട്ട് വെറുതെ മറ്റേ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് കാറ്റ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേറെ ഒരു ചെറിയൊരു മറ്റേ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാലൊക്കെ തന്നെ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കും. അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ പെയിൻ, ലുംബാർ പെയിനിനും ഈ പോയിന്റ്സ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതിനേക്കാളും ലുംബാർ പെയിനിന് ബാക്കി ഒരുപാട് പോയിന്റ്സ് യൂറിനറി ബ്ലാഡറിലുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് പോയിന്റ്സിന് ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. ദയവായിട്ട് മോക്സ കൊടുക്കരുത്. ഓക്കെ, ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പിൻ പോയിന്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ബെനിഫിറ്റ്സ് ദ ഐ, ക്ലിയേഴ്സ് ദ ഹീറ്റ്, എക്സ്പെൽസ് വിൻഡ്. ആക്ച്വലി നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വന്നിട്ട് നിങ്ങൾ എല്ലാ മെറീഡിയനിലും UB1 പകരം നിങ്ങൾക്ക് UB67 കൂടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ബ്ലോക്ക് ഓപ്പൺ ചെയ്യാൻ. അത് TCMൽ ഫണ്ടമെന്റലി തന്നെ അതിൻ്റെ എന്താ പറയുക, നിങ്ങൾ ജിങ്വെലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിങ്ങിനകത്ത്. ഓക്കെ, ബെനിഫിറ്റ്സ് ദ ഐ, ക്ലിയേഴ്സ് ദ ഹീറ്റ്, എക്സ്പെൽസ് വിൻഡ്. ഓക്കെ, കണ്ണ് അടച്ചിട്ട് വേണം ചെയ്യാൻ, അതൊന്നും വേണ്ട, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിനകത്ത് പോലും ഇന്നർ കാഞ്ചസിന്റെ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്താണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ്, അതായത് ഈ ഇന്നർ കാഞ്ചസിന്റെ അവിടെ റെഡ് ഡോട്ട് കഴിഞ്ഞിട്ട് 1, 2 രണ്ടാമത്തെ പോയിന്റിന്റെ ഏകദേശം ഭാഗത്തായിട്ടാണ് വരിക, ബ്ലാക്ക് ലൈൻ. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് നേരെ ഇന്നർ കാഞ്ചസിലല്ല, ഒരു പൊടിക്ക് മുകളിലായിട്ടാണ്. നിങ്ങൾ അവിടെ തൊടുന്ന സമയത്ത് ആ കുഴി നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. മറ്റേ എന്താ സാർ പികളക്കുഴി? മറ്റേ ജലദോഷക്കും കഫം പിടിച്ചാല് പണ്ടൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളെ ഈ കണ്ണിന്റെ അവിടുന്ന് തന്നെ ഈ പികള വരുന്നില്ലേ, കഫം വരുന്ന ഭാഗം ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതാണോ ഈ പോയിന്റ് വരുന്നത്? അതായത് ഇപ്പൊ സാറ് പറഞ്ഞത് പീള വരുന്നത് ഇന്നർ കാഞ്ചസിലും ഔട്ടർ കാഞ്ചസിലുമാണ് വരിക. നമ്മള് മറ്റേ സൈനസ് ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലേ, ഒരു മിനിറ്റ്, എന്റെ വീഡിയോ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട് സർ.
ഈ അതായത് ഇന്നർ കാഞ്ചസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ, ഇവിടെ അല്ല, അതിന് പകരം ഈ ഭാഗത്ത് മേൽഭാഗത്തല്ലേ? മുകളിൽ. അതായത് കഫൊക്കെ ഒരുപാട് സൈനസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്താണ് ശരിക്കും ഒരു ചെറിയൊരു ബൾജിങ് ഉണ്ടാവും. അതല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒരുപാടുള്ള ആളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു തടുപ്പും ഉണ്ടാവും. അവിടെ ഒരു മഞ്ഞ നിറത്തില് ഗോൾഡൻ കളർ എന്നാണ് പൊതുവെ TCM പറയാറ്. ഒരു മഞ്ഞ നിറത്തില് കളർ ചേഞ്ചും ഉണ്ടാവും കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, സോ യൂറിനറി ബ്ലാഡർ എന്നുള്ള പോയിന്റ് അതാണ്. അടുത്ത് നമുക്ക് യൂറിനറി ബ്ലാഡർ 2 ആണ്. പിരികം എന്ന് വന്നിട്ട് കണ്ണിന്റെ അവിടെ ഫിനിഷ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇന്നർ കാഞ്ചസ് നേരെ നമ്മൾ മറ്റേ മുകളിലേക്ക് തലയുടെ ഭാഗത്തേക്ക് വരയുമ്പോൾ എവിടെയാണോ പിരികം ടച്ച് ചെയ്യുന്നത് ആ ഭാഗമാണ് യൂറിനറി ബ്ലാഡർ 2 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, അതായത് കണ്ണിന്റെ ചുറ്റുമുള്ള ബോൺ ഉണ്ടല്ലോ, കണ്ണ് വന്നിട്ട് ഒരു മറ്റേ കുഴിക്കകത്താണല്ലോ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിന് ചുറ്റും ഒരു ബോൺ ഉണ്ട്. ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾക്ക് നല്ലതാണ്. കണ്ണിന്റെ അടുത്ത് തന്നെയുള്ള പോയിന്റ് ആയതുകൊണ്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഹിക്കപ്പിന് ഉപയോഗിക്കാം. അതായത് ഹിക്കപ്പ് എന്ന് പറയുമ്പോൾ എക്കിട്ടം വരുന്നതിന് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി H9 ഹിക്കപ്പിന് നല്ലതാണ്. പ്രത്യേകിച്ച് ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ H9 നിങ്ങൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പെട്ടെന്ന് എടുത്തിട്ട് വരുന്ന വരെയുള്ള സമയം നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും ഈ എക്കിട്ടം മാറാൻ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ ഡയഫ്രത്തിൽ ഉണ്ടാവുന്ന നമ്മൾ ചിലപ്പോഴേ ആഹാരമൊക്കെ കഴിഞ്ഞ് ഉടനെ ഓടുന്ന സമയത്ത് ലങ്ങിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പിടുത്തം ഉണ്ടാകും. എന്താണ് ഓരോ ഭാഗങ്ങൾ ഓരോ വലിയ പറയാ, അള്ള പിടിക്കുക എന്നൊക്കെ ചിലയിടങ്ങളിൽ പറയും. അങ്ങനെ ഡയഫ്രത്തിന്റെ ഏരിയയിൽ ഉണ്ടാവുന്ന മസിൽ സ്പാസംസിനെ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ്സ് നല്ലതാണ്. പ്രധാനമായിട്ട് കണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. എന്തുണ്ടെങ്കിലും ശരി, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഈ രണ്ട് പിരികത്തിന്റെ നടുവിൽ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ആ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടിയാണ്. അപ്പൊ നമുക്ക് ആ പോയിന്റിന്റെ ഒപ്പം തന്നെ ഈ പോയിന്റും കൂടെ ഇടുകയാണെങ്കിൽ മാനസികമായ തരത്തിലുള്ള ഇഷ്യൂസിന് വളരെയേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് ഈ എക്സ്ട്രാ 1 എന്ന് പറയുന്നത്. അത് കണ്ണിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോമ്പിനേഷനിൽ ഇടുന്ന സമയത്ത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഡിപ്രഷനിൽ മറ്റേ മൂഡ് സ്വിങ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എമോഷണലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്രഷനിലൊക്കെ ഈ പോയിന്റ്സ് നന്നായി വർക്ക് ചെയ്യും. ഇവിടെയും മോക്സ കൊടുക്കരുത്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് റെഡ് കളറിൽ കാണുന്നുണ്ടാവും, BL2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് BL3 ആണ്. ഓക്കെ, അത് സ്കാൽപ്പിലാണ് വരുന്നത്. ഓക്കെ, നേരെ വന്നിട്ട് UB1 നമ്മൾ വന്നിട്ട് നമ്മളുടെ വര ഒന്ന് നേരെ വരഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, അതായത് 0.5 ചൂണ് മുകളിൽ, ഹെയർ ലൈനിൽ നിന്നും 0.5 ചൂൺ മുകളിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. ബാക്കി ബിറ്റ്വീൻ 24 UB4 നിന്നും കൺഫ്യൂഷൻ ആകാൻ നിൽക്കണ്ട. ഹെയർ ലൈനിൽ നിന്നും 0.5 ചൂൺ. ഓക്കെ, ഹെഡ് ഏക്കിന് നല്ലതാണ്, വെർട്ടിഗോയ്ക്ക് നല്ലതാണ്, നേസൽ കൺജഷന് നല്ലതാണ്, എപ്പിലെപ്സിക്ക് നല്ല പോയിന്റ് ആണ്. അതുമാത്രമല്ല മെന്റലിയുമായിട്ട് മാനസികമായിട്ടുള്ള ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റ് ആണ്. കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് സെർവിക്കൽ ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അപ്പോൾ സെർവിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ സെർവിക്കൽ എന്ന് പറഞ്ഞ സമയത്ത് കണ്ണ്, മൂക്ക്, വായ, കഴുത്ത് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ ക്രോണിക്കലായിട്ട് വരുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ആ സമയത്ത് UB3 കൂടെ ഒരു 1 ചൂൺ നീഡിലോ 1/2 ചൂൺ നീഡിലോ ഫുള്ളായിട്ട് ചരിച്ച് കയറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1-2 സിറ്റിങ്ങിനകത്ത് നിറയെ മാറ്റങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതായത് ഹെയർ ലൈനിൽ നിന്നും 0.5 ചൂൺ മുകളിലാണ് ഈ പോയിന്റ് വരുന്നത്. നേരെ കണ്ണിന്റെ ഇന്നർ കാഞ്ചസ് നിന്ന് അല്ലെങ്കിൽ UB2 നേരെ മുകളിലേക്ക് വരിക, ഹെയർ ലൈനിൽ ടച്ച് ചെയ്തും അപ്രോക്സിമേറ്റ്ലി 0.5 ചൂൺ ഒരു ഫിംഗർ വിഡ്ത്തിന്റെ ദൂരത്തിൽ വരുന്ന പോയിന്റാണ് BL2. ഞാൻ പറഞ്ഞു പോകുന്നത് ഈ പോയിന്റുകൾ പ്രോബ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കുഴികളെല്ലാം കിട്ടും സാർ. ആക്ച്വലി വന്നിട്ട് എന്താ പറയുക, നെറ്റി സ്കാൽപ്പ് ഏരിയയിൽ പ്രോബ് വെച്ച് ചെയ്യുന്നത് പൊതുവെ റെക്കമെൻഡഡ് അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് വരെ നിങ്ങളുടെ വിരലുകളോ നഖത്തിന്റെ അതായത് ഷാർപ്പ്നെസ് ഇല്ലാത്ത ഭാഗം, നഖത്തിന്റെ ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലാണ്ട് ഈ എഡ്ജ് ഉപയോഗിക്കരുത്.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് വന്നിട്ട് നമ്മുടെ ഈ എന്താ പറയുക കണ്ണിന്റെ മുകളിലുള്ള ഭാഗത്ത് സ്കിൻ എല്ലാം തന്നെ ഒരു 5 ലെയർ ഉണ്ടെങ്കിൽ പോലും വളരെ കനം കുറഞ്ഞൊരു സാധനമാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഫേഷ്യ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോബ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫേഷ്യ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വേദന മാറാനും അവിടെ ഒരു ഹീലിംഗ് നടക്കാനും ഒരുപാട് സമയമാവും. തിരിച്ച് ഈ ഫേഷ്യ ഫോം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബ് ഉപയോഗിക്കുന്നത് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല ഈ ഭാഗങ്ങളിൽ. ഓക്കെ ഓക്കെ. അല്ലെ സ്കാപ്പ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോലത്തെ കഷണ്ടിയുള്ളവർക്കെങ്കിൽ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ, അങ്ങനെ മുടി മുളക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ. ഇല്ല, അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താ വെച്ചാൽ ഒന്ന്, എത്ര കാലം നിങ്ങൾ കഷണ്ടി ഉണ്ടെങ്കിലും തന്നെ 2 സ്കിൻ ടോൺ ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, കഷണ്ടി ഉള്ള ഭാഗം കൂടുതൽ മിനുസമുള്ളതും റിഫ്ലക്ഷൻ ഉള്ള ഏരിയ ആയിരിക്കും. ഹെയർ ഇല്ലാത്ത ഭാഗത്തിന് അത്ര ഒരു എന്താ പറയാ ഷൈനി ഉണ്ടാവില്ല. അത് കൂടാതെ നിങ്ങളുടെ 2 പിരികവും വന്നിട്ട് നന്നായിട്ട് മുകളിലേക്ക് പൊന്തിക്കുകയാണെങ്കിൽ ആ ഹെയർ ലൈൻ എന്താ സാർ ചുളിവ് അവസാനിക്കുന്ന ഭാഗമായിരിക്കും ആണ്. അത് ഈ 2 രീതിയിലും എടുക്കാം. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4 ഫിംഗർ വിഡ്ത്ത്, അതായത് 3 ചൂൺ മുകളിലായിട്ടായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും ഹെയർ ലൈൻ വരിക. ഓക്കെ, ആ ഇൻടാങ് എന്നുള്ള ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ വന്നിട്ട് 4 ഫിംഗർ വിഡ്ത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ചൂൺ മുകളിലായിട്ടാണ് ഹെയർ ലൈൻ ഉണ്ടാവുക. സാർ സ്കാപ്പ് അക്യുപഞ്ചറിൽ സാർ എങ്ങനെ മെഷർമെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട്? ഇങ്ങനെ തന്നെയാണ്, ഇതേപോലത്തെ നമുക്ക് അവിടെ വന്നിട്ട് ലൊക്കേഷന് പ്രാധാന്യത്തിനേക്കാളും കൂടുതൽ നമ്മൾ അവിടെ പെയിൻ കണ്ടുപിടിക്കുന്നതല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അത് പ്രോബ് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത് അതോ വെച്ചിട്ടാണോ? പ്രോബ് വെച്ച് ചെയ്യാൻ ടൊഷിക്കാറ്റ്സോ എമോമോട്ടോ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡോണ്ട് യൂസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ റീസൺ പറയുന്നില്ല. റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഫേഷ്യനെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ ടിപ്പല്ല, ഫിംഗറിന്റെ ഈ ഭാഗം, അതായത് ഈ വശം, ഈ ഭാഗം, ആ നഖത്തിന്റെ ഭാഗം അല്ലേ? ആ നഖത്തിന് ഈ എഡ്ജ് അല്ല, ഈ ഭാഗം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രഷർ കൊടുക്കാൻ സ്കാൽപ്പ് വന്നിട്ട് ഓരോ സിസ്റ്റത്തിനും ഓരോ പോലെ ഇല്ല. നമ്മൾ സ്കാൽപ്പിൽ ചെയ്യുന്ന സമയത്ത് നഖം ഉപയോഗിക്കുന്നതും പ്രോബ് ഉപയോഗിക്കുന്നതും റെക്കമെൻഡഡ് അല്ല. റെക്കമെൻഡഡ് അല്ലാന്നേ പറയുന്നുള്ളൂ. മൈൽഡായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പ്രോബൊക്കെ ഉപയോഗിക്കുമ്പോൾ സുജോക്കിലും റിഫ്ലക്സോളജിയിലും ബോഡിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്തെ പല ആൾക്കാരും റിഫ്ലക്സോളജിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിലവിളിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രഷർ ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്കാൽപ്പിലും അവിടത്തെയും ചെറുതായിട്ട് ഫേഷ്യ ഡാമേജ് ആവും. പക്ഷെ അവിടെ പെട്ടെന്ന് റീകൂപ്പ് ആവാൻ പറ്റും. സ്കാൽപ്പിൽ പെട്ടെന്ന് റീകൂപ്പ് ആവില്ല. കാരണം ഫ്ലഷ് ഏരിയ അല്ല, അവിടെ വന്നിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ള കനം കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് നോർമൽ ആവാൻ ഒരുപാട് സമയമെടുക്കും. അത്രയും ദിവസം ആ ഡാമേജിന്റെ പെയിനും മറ്റുമൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, SP6 ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. SP6 അല്ല, അതൊക്കെ നിങ്ങൾ കൈ കൊണ്ട് അമർത്താൻ പ്രോബ് ഉപയോഗിക്കാൻ ഒന്നും കുഴപ്പമില്ല. സ്കാൽപ്പില് മാത്രമാണ് ഈ ഒരു മെത്തേഡ്. അതായത് ബോൺ കുറവ്, അതായത് സോറി ബോണെന്നേ, ബോണിന്റെ മുകളിലും മസിൽ കുറവുള്ള ഏരിയയിലും ഒക്കെയാണ് പറഞ്ഞത്. SP6 ബോണിന്റെ ജോയിന്റിന്റെ അടുത്താണ്, അല്ലാണ്ട് ബോണിന്റെ മുകളിലല്ല. അല്ല, അവർ ഉദ്ദേശിക്കുന്നത് കാലിന്റെ മുട്ടുഭാഗം ഉണ്ടല്ലോ സാർ, മുട്ടിനാണ് താഴോട്ട് വരുന്ന കുതിരമുഖം എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മുടെ തലയോട്ടി പോലെ തന്നെ ഇറച്ചി മാംസം കുറഞ്ഞതും തൊലി വളരെ കട്ടി കുറഞ്ഞ ഭാഗമാണല്ലോ. അല്ല, അവിടെ നിങ്ങൾക്ക് ആക്ച്വലി വന്നിട്ട് പോയിന്റ് വരുന്നത് ആ ഭാഗത്ത് കുറവല്ലേ? ആ ഭാഗത്ത് പോയിന്റ് ഇല്ല. ആക്ച്വലി അവിടെ ST36 നോക്കൂ, അതൊരു 2 ബോണിന്റെ സൈഡിലും മസിൽസിന്റെ ഇടയിലുമാണ്. 2 മസിൽസിന്റെ ഇതിന്റെ വരിക. അതേമാതിരി തന്നെ SP9 എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഏതും ബോണിന്റെ മുകളിലല്ല. അല്ല, അതേമാതിരി തന്നെ ഒട്ടിലുള്ള എക്സ്ട്രാ പോയിന്റ്സ് ആയിക്കോട്ടെ, അതും ബോണിന്റെ മുകളിലല്ല. അവിടെ വരുന്ന ST38 ബോണിന്റെ സൈഡിലായിട്ടല്ലേ വരുന്നത്? ആ സൈഡിലാണ് വരിക. അവിടെ നിങ്ങൾക്ക് ഡീപ്പ് നീഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ? അതെ അതെ അതെ. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രോബ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ DU20 ഉപയോഗിക്കാൻ പാടില്ല, കാരണം അവിടെ നമുക്ക് ഡീപ്പ് നീഡിൽ ചെയ്യാൻ പറ്റില്ല, ഓണ്ടതാണ്. അപ്പോൾ
സിമ്പിളായി മനസ്സിലാക്കേണ്ടത് ഡീപ്പ് നീഡിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊന്നും പ്രോബ് ഉപയോഗിക്കേണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അടുത്തത് UB4 എന്ന് പറയുന്ന പോയിന്റ് ആണ്, സ്കാൽപ്പിൽ തന്നെയാണ്. ഓക്കെ, 0.5 ചൂൺ വിത്തിൻ ദ ആന്റീരിയർ ഹെൽ, 1.5 ചൂൺ ലാറ്റർ ടു ദ മിഡ് ലൈൻ. ഓക്കെ, നേരത്തെ വന്നിട്ട് ഹെയർ ലൈനിൽ നിന്ന് മധ്യഭാഗത്ത് നിന്നും 0.5 ചൂണിലായിരുന്നു, അപ്രോക്സിമേറ്റ്ലി 0.5 ചൂണിൽ, അല്ലെങ്കിൽ ഒരു ഫിംഗർ വിട്ട് ദൂരത്തിൽ ഹെയർ ലൈനിൽ നിന്നും 0.5 ചൂണ് മുകളിലായിരുന്നു UB3. ആക്ച്വലി അവിടുന്ന് മെറീഡിയൻ വന്നിട്ട് ലാറ്ററിലേക്ക് 1 ചൂൺ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ UB3യിൽ നിന്നും 1 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ് UB4, അല്ലെങ്കിൽ സെൻട്രൽ ലൈനിൽ നിന്നും DU മെറീഡിയനിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ടുള്ള ലൊക്കേഷനാണ്. ഇപ്പൊ UB3 ഇവിടെ നമ്മൾ നോക്കി, ഈ BL3 അവിടുന്ന് 1 ചൂണും കൂടി ലാറ്ററിലേക്ക് മാറുക. അത് ആൾമോസ്റ്റ് GB14 നേരെ മുകളിലായിട്ട് വരും അത് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഹെഡ് ഏക്കിന് നല്ലതാണ്, നാസൽ കൺജഷന് നല്ലതാണ്, എപ്പിസ്റ്റാറ്റിക്സ് അതായത് ബ്ലീഡിങ്ങിന് നല്ലതാണ്, മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നുണ്ട് അതിന് നല്ലതാണ്, ബ്ലർ വിഷന് നല്ല പോയിന്റ് ആണ്. പിന്നെ ഈ GB14 ലൈന് നേരെ വരുന്ന ഒരു മെറീഡിയൻ ആയതുകൊണ്ട് തന്നെ നേരെ നിങ്ങളെ കണ്ണിന്റെ ഭാഗത്തേക്കാണ് നീഡിൽ ചെയ്യുന്നതെങ്കിൽ കണ്ണിനെ സപ്പോർട്ട് ചെയ്യും. അതേമാതിരി തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡർ റീജിയനെയും ലുംബാർ പെയിനെയും സപ്പോർട്ട് ചെയ്യാനും കൂടി ഈ പോയിന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടുമിക്ക കേസുകളിലും, എല്ലാത്തിലും അല്ല, ചിലതിലും. ഓക്കെ, അതേമാതിരി ചില ആളുകൾ നീ പെയിനും കൂടെ അവിടെ ചെയ്തിട്ട് മാറ്റം വന്നതായിട്ട് പറയാറുണ്ട്. മെയിനായിട്ട് ഷോൾഡർ റീജിയൻ, അതേമാതിരി തന്നെ മറ്റേ ഐ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന്, തലയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിന്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനൊക്കെ തന്നെ നല്ലതാണ്. അങ്ങനെ നിങ്ങൾ UB4 ഉപയോഗിക്കുന്ന സമയത്ത് മൂക്കിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടുവേർഡ്സ് മൂക്കിലേക്ക് നീഡിൽ ചെയ്യുക. കണ്ണിനാണ് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ടുവേർഡ്സ് കണ്ണിന്റെ ഭാഗത്തേക്ക് നോക്കി നീഡിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റിസൾട്ട് കൂടുതൽ കിട്ടുന്നതായിട്ട് ഗുരുക്കന്മാരും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം, ഐസിനെയും നോസിനെയും സപ്പോർട്ട് ചെയ്യുന്നു, ക്ലിയേഴ്സ് ദ ഹെഡ് റീജിയൻ, തലഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കഫത്തിൻ്റെ ശല്യം, ഷൈനസിൻ്റെ ശല്യം, അതല്ലെങ്കിൽ തണുത്ത സമയത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ തലയ്ക്കൊരു ഭാരം തോന്നൽ, അങ്ങനെയുള്ള കേസസിനൊക്കെ വന്നിട്ട് ഈ പോയിന്റ്സ് ഇടുന്നത് വളരെയേറെ റിസൾട്ട് കിട്ടാൻ നല്ലതാണ്. ലൊക്കേഷൻ സെൻട്രൽ ലൈനിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ട് ഹെയർ ലൈനിൽ നിന്നും 0.5 ചൂൺ മുകളിൽ, അതല്ലെങ്കിൽ UB3യിൽ നിന്നും 1 ചൂൺ ലാറ്ററിൽ വരുന്ന പോയിന്റ് ആണ് ഈ UB4 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് സർ. അടുത്തത് BL5 എന്നുള്ളതാണ്. ഇനി ഈ എപ്പോഴും സെൻറ്ററിൻ്റെ അതായത് DU20 അതുവരെയും മറ്റേ സെൻട്രൽ ലൈനിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ടാണ് ഈ പോയിന്റ്സ് വരുന്നത്. ഓക്കെ, ഓൺ ദ സ്കാൽപ്പ് 1 ചൂൺ പോസ്റ്റീരിയർ ടു ദ ആൻറ്റീരിയർ ഹെയർ ലൈൻ, അതായത് ഹെയർ ലൈനിൽ നിന്നും 1 ചൂൺ മുകളിലാണ് ഈ പോയിന്റ്. DU മെറീഡിയൻ നിന്നും 1.5 ചൂൺ, അല്ലെങ്കിൽ സ്കാൽപ്പിനെ 2ആയി പകുക്കുകയാണെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് 1.5 ചൂൺ ലാറ്ററൽ ആയിട്ടുള്ളതാണ് UB5 എന്നുള്ള പോയിന്റ്. ഹെഡ് ഏക്കിന് നല്ലതാണ്, ഡിസിനെസ്സിന് നല്ലതാണ്, അതേമാതിരി തന്നെ പക്ഷാഘാതം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് ഈ പോയിന്റ്. എപ്പിലെപ്സിക്ക് നല്ലതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഡിപ്രഷനായിട്ട് വരുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക്, മാനസികമായ തലത്തിലുള്ള ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ തന്നെ ഈ മറ്റേ പോയിന്റ്സ് ഒക്കെ വളരെയേറെ എഫക്റ്റീവാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്കാൽപ്പ് ഏതെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. സ്കാൽപ്പിലുള്ള എല്ലാ പോയിന്റ്സും തന്നെ വളരെയേറെ എഫക്റ്റീവാണ്. അതേമാതിരി തന്നെ നിങ്ങൾ റെഗുലറായിട്ട് എന്തെങ്കിലും മറ്റേ ഒരു ചെറിയൊരു മസാജ് പോലെ, നമ്മുടെ വൈറ്റ് ബോർഡ് മാർക്കറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേനയോ മറ്റേ ഉണ്ടെങ്കിൽ നിങ്ങൾ തലയിൽ റെഗുലറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്യുക, പേന വെച്ചിട്ട് റോൾ ചെയ്യുക എല്ലാവിടെയും. അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും അഡീഷണലായിട്ട് പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ നേരം നിങ്ങൾ വന്നിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് തലമുടി ഒഴിച്ചിൽ നിൽക്കും, കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ മുടി ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ തന്നെ നിങ്ങൾ ഈ സ്കാൽപ്പ് വന്നിട്ട് ബ്രെയിൻ വന്നിട്ട് ഓരോ ഏരിയയും ഓരോ ഫങ്ഷൻ ചെയ്യുന്നതാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം, ഒരു സ്ഥലത്ത് മോട്ടോർ ആക്ടിവിറ്റീസ് അങ്ങനെ ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ഈ മറ്റേ എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പിൽ ഈ DU മെറീഡിയന്റെ 0.5 ചൂണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ
ഇന്റേണൽ മെറീഡിയൻ വന്നിട്ട് എക്സ്റ്റേണൽ മെറീഡിയൻ ആണ് മറ്റേ നമ്മളുടെ 3 എന്നുള്ള ലൊക്കേഷൻ നിന്ന് 1 ചൂൺ മാറിപ്പോകുന്നത്. അതല്ലാണ്ട് ഇന്റേണൽ മെറീഡിയൻ 3യിൽ നിന്ന് നേരെ കയറി വന്നിട്ട് നമ്മുടെ കഴുത്തിന്റെ അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ മെറീഡിയൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലം അല്ല എന്നിട്ട് ക്രേണിയൽ നെർവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എങ്ങനെയാണോ സ്പൈനൽ കോഡിൽ നിന്ന് ഓരോ ഓർഗണിലേക്കും വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, മറ്റേ ബ്രെയിനും ഓർഗണും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതേമാതിരി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ കാറും മറ്റുമൊക്കെ പോകുമ്പോൾ 4 വീലർ ആണെങ്കിലും പണ്ടത്തെ 2 വീലർ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്റ്റെപ്പിനി ഉണ്ടാവും. ഇന്ന് ആ സ്റ്റെപ്പിനി ഇല്ല. കാറുകളിലും മറ്റൊക്കെ ഇപ്പോഴും സ്റ്റെപ്പിനി വെക്കുന്നുണ്ട്. അതെന്തിനാണ്? ഒരു അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് എമർജൻസിക്ക് കോൺടാക്ട് ചെയ്യാൻ. അതേമാതിരി നമ്മളുടെ പ്രധാനപ്പെട്ട ഫങ്ഷനാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് കാഴ്ച, സ്മെല്ല്, അല്ലെങ്കിൽ ഓരോ ത്രോട്ട്സ്, ഈ മറ്റേ ഇന്റേണൽ ഓർഗണായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ സ്പൈനൽ കോഡ് അല്ലാതെ നമ്മൾ നമ്മൾ ഡെർമോട്ടോമിൽ പഠിക്കുമ്പോൾ ഈ C1 കണ്ണിലേക്ക് C1 കൂടെ വരുന്നു, അല്ലെങ്കിൽ തൊറാസിക് ഫൈലൂടെ ലിവറിനെ കണക്ട് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കേട്ടോ. കുറേയേറെ സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണോ നമ്മൾ കൈരേഖാശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് പല രേഖകളെയും കമ്പയർ ചെയ്തിട്ടാണ് ഒരു എന്താ പറയാ, ഈ മുറിമുക്കൻ ആളെ കൊല്ലുന്ന് പറഞ്ഞാലേ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഉടനെ ആരെങ്കിലും പോയി നോക്കാൻ തുടങ്ങിയ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. അത് നോക്കാതെ പറയുമ്പോൾ പ്രവചിക്കുന്നതൊക്കെ തെറ്റാവും. സോ അതേപോലെ തന്നെ ഇത് കണ്ണിന് C1 വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ 1-2 പോയിന്റ്സ് മാത്രം അല്ലാതെ ഏതെങ്കിലും കാരണത്തിൻ കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ പോലും ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി ചില പ്രത്യേക ഓർഗണിന് അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് കൊടുക്കാൻ എങ്ങനെയാണോ സ്പൈനൽ കോഡിലൂടെ ഇത് തനിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബ്രെയിനിലൂടെയും ഇതേമാതിരി ഒരു സിസ്റ്റം ഉണ്ട്. അതിന് ക്രേണിയൽ നെർവ് സിസ്റ്റം എന്ന് പറയും. ഈ ക്രേണിയൽ നെർവ് സിസ്റ്റം കൂടുതലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം തന്നെ ഈ നമ്മുടെ ഡ്യൂ മെറീഡിയൻ്റെ 0.5 ചൂൺ മാറിയിട്ടാണ് ഉള്ളത്. അതിലൂടെയാണ് ഈ ബ്ലാഡർ മെറീഡിയൻ്റെ ഇന്റേണൽ പാത്വേ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിനകത്ത് കാണുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്രേണിയൽ നെർവ് സിസ്റ്റം ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൺ, വൈറ്റൽ ഓർഗണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ്. അത് ഒരു സപ്പോർട്ടീവ് ടൂൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഴുതിയ ഗുണങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സ്കാൽപ്പിലെ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. UB5ൻ്റെ 1 ചൂൺ മാറിയിട്ടാണ് ഹെയർ ലൈനിൽ നിന്നും 1.5 ചൂൺ ദൂരെ. അതേമാതിരി അടുത്തത് UB6 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓൺ ദ സ്കാൽപ്പ് 2.5 ചൂൺ പോസ്റ്റീരിയർ, അതായത് നേരത്തെ ഉള്ളത് 1 ചൂൺ ആയിരുന്നു, ഇത് 2.5 ചൂൺ നേരെ മുകളിലാണ് UB5 നിന്നും. ഹെയർ ലൈനിൽ നിന്നും. എന്തിനൊക്കെ ഉപയോഗിക്കാം? ബ്ലറിങ് ഓഫ് കാഴ്ച സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിന് ഉപയോഗിക്കാം. പക്ഷാഘാതം വന്നവർക്കും എപ്പിലിപ്സി ഉള്ളവർക്കും അതേമാതിരി ഡിസിനസ് ഉള്ളവർക്കൊക്കെ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. എക്സ്പെൽസ് വിൻഡ്, ക്ലിയേഴ്സ് ഹീറ്റ്, ക്ലിയേഴ്സ് ദ ഹെഡ് റീജിയൻ, ബെനിഫിറ്റ്സ് ദ നോസ് ആൻഡ് ഐസ്. ബാക്കി ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിൽ എല്ലാ പോയിന്റിനും വളരെയേറെ ഫങ്ഷനാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ലൊക്കേഷൻ ഹെയർ ലൈനിൽ നിന്നും എത്ര ചൂണാ പറഞ്ഞത്? 2.5 ചൂൺ മുകളിലും മധ്യഭാഗത്ത് നിന്ന് 0.1 ചൂൺ ലാറ്ററലും ഉള്ളതാണ്. BL6 ഈ മെറീഡിയൻസ് എല്ലാം ബൈലാറ്ററലാണ്. ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. ഓക്കെ, അടുത്തത് UB7 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ സ്കാൽപ്പ് 4 ചൂൺ, ഹെയർ ലൈനിൽ നിന്നും 4 ചൂൺ മുകളിലും മധ്യഭാഗത്ത് നിന്ന് 1.5 ചൂൺ വശങ്ങളിലുമുള്ള പോയിന്റ് ആണ്. നാസൽ കൺജഷന്, നാസൽ പോളിപ്സ്, നാസൽ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, റണ്ണി നോസ് ആയിക്കോട്ടെ, നോസിലൂടെ ബ്ലീഡിങ് വരുന്നതായിക്കോട്ടെ, പോളിപ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടോ അതിനെല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ ഹെഡിനെ കൂടി റിലീവ് ചെയ്യുന്ന പോയിന്റ് ആണ് ഹെഡ് ഏക്ക്, ഡിസിനസ്. തലയിലുള്ള എല്ലാ പോയിന്റിനും കോമൺ ആയിട്ട് വരും. ഹെഡ് ഏക്കും, ഡിസിനസും, എപ്പിലെപ്സിയും, ഹെമിപീൽസിയും, ഈ 4 എണ്ണം കോമൺ ആണ്. എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ബെനിഫിറ്റ്സ് ദ നോസ്, എക്സ്പെൽസ് വിൻഡ്, ക്ലിയേഴ്സ് ദ ഹീറ്റ്. ഓക്കെ, ലൊക്കേഷൻ ഇതാണ്. ഹെയർ ലൈനിൽ നിന്നും 4 ചൂൺ മുകളിലാണ്. ഓക്കെ, 1.5 ചൂൺ വശങ്ങളിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. നമ്മളുടെ എന്താ പറയുക, 4 സിസ്റ്റേഴ്സിന്റെ പോയിന്റ് ഇടുന്നില്ലേ? ഓക്കെ,
ഫോർ സിസ്റ്റേഴ്സ് എന്നും പറയും അതിനെ. DU20 ഒരു ചൂൺ മുകളിൽ, ഒരു ചൂൺ ലെഫ്റ്റ്, ഒരു ചൂൺ റൈറ്റ്, ഒരു ചൂൺ ബാക്കിൽ, DU മെറിഡിയൻ തന്നെ. സോ അതിൻ്റെ പാരലായിട്ട് വരുന്നതാണ്, ഫ്രണ്ടിൽ ഇടുന്നതിൻ്റെ പാരലായിട്ട് വരുന്ന പോയിന്റാണ് UB7. നിങ്ങൾ ഈ ഫോർ സിസ്റ്റേഴ്സും DU20 ഇട്ടിട്ട് എനിക്ക് ഇന്ന് വരെ 99.9% ആളുകളും വർക്ക് ഇൻസോമാനിയയുടെ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് മാറ്റം വരാറുണ്ട് കേട്ടോ, ഡ്രാസ്റ്റിക് ആയിട്ട് വരാറുണ്ട്. അതേമാതിരി ഡിപ്രഷനൊക്കെ വന്നിട്ട് മറ്റേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളും വന്നിട്ട് ശരിക്കും കൺസിഡർ ചെയ്യാതിരിക്കുന്ന കേസുകളിലുള്ള ഡിപ്രഷനും ഉറക്കക്കുറവിനൊക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും ഈ 5 നീഡിൽ. ഓക്കെ, നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് നോക്കുമ്പോൾ ഹീറ്റ് പെട്ടെന്ന് മാറുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് സാറേ. ഈ പോയിന്റ് കൊടുക്കുമ്പോൾ 20 വിത്ത് എക്സ്ട്രാ 6 കൊടുക്കുമ്പോൾ ഈ മെൻസൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് മാറ്റി മെനോപോസ് ഒക്കെ ആയിട്ട് വരുന്ന പൈൽസിന് വരെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. DU20 മാത്രം ഇട്ടാൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. സോ ഇത് വന്നിട്ട് ഭാരതീയ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ സഹസ്രാര ചക്രത്തിന്റെ അടുത്തുള്ള പോയിന്റാണ്. അതായത് 1000 എതളുള്ള താമര എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഈ DU20 എന്ന് പറയുന്നത് ഏറ്റവും അക്യുപഞ്ചർ സിസ്റ്റത്തിൽ ഇതിന് റിസർച്ച് ചെയ്യുന്നവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ് ചെയ്യുന്ന പോയിന്റാണ്. എല്ലാ പോയിന്റിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ് DU20. സ്റ്റിമുലേഷൻ ആണെങ്കിലും ശരി, സെഡേഷൻ ആണെങ്കിലും ശരി, ബാലൻസിങ്ങിനാണെങ്കിലും ശരി, എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണ് ഈ DU20 എന്നുള്ളത്. അപ്പൊ ആര് വരുമ്പോഴും നിങ്ങൾ എല്ലാം സ്പൈനലായിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ് DU20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വന്നു എന്തെങ്കിലും ഒരു പോയിന്റ് ഇടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടാൻ പറ്റുന്ന പോയിന്റാണ്. അയാളുടെ അസുഖം അറിയേണ്ട ആവശ്യമില്ല, ഒന്നും അറിയണ്ട, നിങ്ങൾ DU20 ധൈര്യമായിട്ട് ഇടാം. ഓക്കെ, മറ്റെന്ത് ആർക്ക് ഇടാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കാൽപ്പ് ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്ത് അവിടുത്തെ സ്കാൽപ്പൊക്കെ റിമൂവ് ചെയ്തവർക്ക് നീഡിൽ ചെയ്യുമ്പോൾ അവരെന്നെ സമ്മതിക്കില്ല, ചെയ്യരുത്. അതേമാതിരി കുഞ്ഞു കുട്ടികൾ വന്നിട്ട് സ്കാൽപ്പ് സെറ്റായിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ദയവായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, കുട്ടികളുടെ മിടിപ്പ് തോന്നുന്ന ഏരിയയാണോ കറക്റ്റ് DU20 അവിടെയല്ല, അതിനെയും കുറച്ച് GB20യുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി മുന്നിലാണ് ശരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, നെറ്റിയുടെ ഭാഗത്തേക്ക് കേറിയിട്ടല്ലേ, കുറച്ചും കൂടെ നെറ്റിയുടെ ഭാഗത്തല്ല, DU20 21, 22 വരുന്നില്ല, ആ ഭാഗത്തേക്ക് മുൻവശത്താണ്, തലയുടെ പിൻവശത്തല്ല, കുറച്ചുകൂടി മുൻവശത്തായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. ചെവിന്ന് വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ ചെവിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ നമ്മുടെ DU20ക്ക്. നിങ്ങൾ ആ കുട്ടികൾക്ക് തല ഏറ്റവും അവസാനം കൂടുന്നത് കുറച്ചുകൂടെ മുന്നിലായിട്ടാണ് ഉണ്ടാവുക, ഏകദേശം 1.5 ചൂണ് മുന്നിലായിട്ടൊക്കെയാണ് ഉണ്ടാവുക. അതിന്റെ ബാക്കിലായിട്ടാണോ വരുന്നത്? അതിന്റെ ബാക്കിലാണ് DU20 വരുന്നത്. ഈ തല വന്നിട്ട് കുട്ടികൾക്ക് ലാസ്റ്റിൽ കൂടുന്നതിന്റെയും ബാക്കിലാണ് DU20. ഓക്കെ, നമുക്ക് 8-9 ഓക്കെ. UB8 എന്ന് പറയുന്നത് ഡിക്ലൈൻ കണക്ഷൻ ഓൺ ദ സ്കാൽപ്പ് 5.5 ചൂൺ പോസ്റ്റീരിയർ ടു ദ ആൻറ്റീരിയർ ഹെയർ ലൈൻ, 1.5 ചൂൺ ലാറ്ററൽ ടു ദ മിഡ് ലൈൻ. ലൊക്കേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. DU20 നിന്നും 0.5 ചൂൺ കൂടി ബാക്കിലേക്കായിട്ടുള്ളതാണ്, 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ് BL8. ഹെയർ ലൈൻ ആണെങ്കിൽ 5.5 ചൂൺ. ഓക്കെ, ബ്ലറിംഗ് വിഷൻ, ഹെമിബീൽജിയ, എപ്പിലെപ്സി, ടിനീറ്റസിനൊക്കെ നല്ലതാണ്. ടിനീറ്റസ് എന്നാൽ കാതിലെ മൂളിച്ചയ്ക്കൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ഐസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി കാംസ് ദ വിൻഡ്. ഓക്കെ, അതേമാതിരി ഫലം, കഫമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലയിലൊക്കെ വന്നിട്ട് കഫത്തിൻ്റെ ശല്യം കൂടുതലുണ്ട്, തലയിൽ വന്നിട്ട് ഭാരം കൂടുതലുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ ഇടുന്നത് വളരെയേറെ എഫക്റ്റീവ് കിട്ടും. ചിലർക്കൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്ന സമയത്ത് തലയിൽ പലർക്കും വന്നിട്ട് എന്താ പറയുക, ഒരു പെരുപ്പ് അനുഭവപ്പെടും. ഓക്കെ, അങ്ങനെയുള്ളതിനൊക്കെ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തലയിലെ പോയിന്റുകളിലൊക്കെ ഏകദേശം ഇത്രയേറെ യൂറിനറി ബ്ലാഡറും DU20യും ഗാൽ ബ്ലാഡറുമായിട്ട് പോയിന്റുകളുണ്ട്.
ഓക്കെ, ഹെയർ ലെങ്തിന് 5 ചൂണിലാണ് DU20 വരുന്നത്. അതിൻ്റെയും 0.5 ചൂൺ മുകളിലായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഏകദേശം DL6 ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മളുടെ ആ തല മറ്റേ ഏറ്റവും അവസാനം തല കൂടുന്ന ഭാഗം. നമ്മൾ 8 വരെ പറഞ്ഞു. ഇതോടെ നിർത്തണോ അതോ 9ഉം 10ഉം ഒക്കെ കംപ്ലീറ്റ് ചെയ്യണോ? എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയേണ്ടത്. ചില ഓഫീസ് ടൈമിലൊക്കെ അതുകൊണ്ടാണ്. എല്ലാ 10 വരെ പോട്ടെ സാറ്. അപ്പൊ അവിടെ സ്പ്ലിറ്റ് ആയി പോണതല്ലേ. ശരി, അപ്പൊ 9 പോയിന്റ് ബാക്ക് സൈഡിലായിട്ടാണ് വരിക തലയുടെ. ഓക്കെ, താഴെ അത് ബാക്ക് സൈഡിലെ ഹെയർ ലൈനിൽ നിന്നും 2.5 ചൂൺ മുകളിലാണ്. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ തല മുൻവശത്ത് വീതി കൂടുതലും ബാക്ക് വശത്ത് വീതി കുറവുമായതുകൊണ്ട് മധ്യഭാഗത്ത് നിന്ന് 1.5 ചൂണല്ല, അപ്രോക്സിമേറ്റ്ലി 1.3 ചൂണ് ആണ് മറ്റേ സെൻട്രൽ ലൈനിൽ നിന്ന് വരുന്നത്. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഏക്കിന് നല്ലതാണ്. ഓക്കെ, നെക്ക് പെയിന് നല്ലതാണ്, ബ്ലർ വിഷന് നല്ലതാണ്. വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പോയിന്റിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലുണ്ട് കേട്ടോ. നാസൽ കഞ്ചഷന് നല്ലതാണ്. അതേമാതിരി തന്നെ ഈ കാലുകളിലൊക്കെ ഈ വെള്ളം കടി എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത്, അതിന് ഈ പോയിന്റ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള. കാരണം നമ്മളിത് ഈ കാലിൽ ഈ വെള്ളം കടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ക്ലയൻസ് വരാറില്ല. പക്ഷെ ഇത് നല്ലതാണെന്നാണ് TCM പറയുന്നത്. UB9 എന്നുള്ള പോയിന്റ്. ഓക്കെ, എക്സ്പെൽസ് വിൻസ്, ബെനിഫിറ്റ്സ് ദ നോസ് ആൻഡ് ഐസ്, എലിവേറ്റ്സ് പെയിൻ, വേദന മാറാനൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് കഴുത്തിന്റെ ബാക്ക് സൈഡിലൊക്കെ ചിലർക്ക് റെഗുലറായിട്ട് വെള്ളം കുടി കാരണം കുറവ് കാരണമൊക്കെ പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ UB9 കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഹെയർ ലൈനിൽ നിന്നും 2.5 ചൂൺ മുകളിൽ വരുന്ന പോയിന്റാണ്. സെൻറ്ററിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 1.3 ചൂൺ. ഓക്കെ, അടുത്തത് UB10 എന്നുള്ള പോയിന്റാണ്. ഈ പോയിന്റ് നിങ്ങൾ നീഡിൽ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ദയവായിട്ട് നീഡിൽ ചെയ്യേണ്ട, കഴിയുന്നതും ഡീപ്പ് നീഡിൽ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് അവിടെ നമ്മളുടെ കണ്ണിൽ എങ്ങനെയാണോ പറഞ്ഞ അതേമാതിരി നിന്നാൽ മതി. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡുല ഓബ്ലോങ്കട്ടയായിട്ട് വളരെയേറെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ അറിയാതെ ഇടുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പിനകത്തൂടെ എങ്ങാനും ഇത് മെഡുല ഓബ്ലോങ്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അത് ക്രിട്ടിക്കലാവും. അതുകൊണ്ട് ഇവിടെ ഡീപ്പ് നീഡ്ലിങ് റെക്കമെൻഡഡ് അല്ല. ഓക്കെ, UB10 എന്നുള്ളത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന അവിടെ GB20 എന്നുള്ള പോയിന്റ് അറിയാം. നിങ്ങൾക്ക് അവിടെ ഏത് വശത്തെ കൈയാണോ ഉയർത്തുന്നത് ആ വശത്തെ കൈ GB20 കൊണ്ടുപോയിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് കൈയിനെ മൂവ് ചെയ്യും. അത് നേരെ പോവില്ല, ഒരു 45 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് വരിക. അങ്ങനെ ചരിഞ്ഞ് വരുന്ന സമയത്ത് സ്പൈനലിന്റെ തൊട്ടടുത്ത് വന്നിട്ട് കൈ അവിടെ ലോക്കാവും. അതായത് ഇപ്പം ഞാൻ വീഡിയോ കാണിക്കാം. തിരിഞ്ഞ് എങ്ങനെ കാണുന്ന എനിക്കറിയില്ല. വീഡിയോ കാണില്ല. അല്ല, എല്ലാവർക്കും അല്ല, 1-2 പേർക്കാണ് കാണാത്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ പിന്നിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ GB10 കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ മറ്റേ വീഡിയോ ഓൺ ചെയ്ത് കാണിക്കാം. സ്ക്രീൻ ചെയ്യണത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കാണിക്കാം, അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, സോ സീ ഓഫ് ചീ പോയിന്റ് എന്നാണ് പറയുക, വിൻഡോസ് ഓഫ് സ്കൈ പോയിന്റ്. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്തിനകത്ത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഭാഗമൊക്കെ പ്രസ്സിങ് ആവും. ഈ കഴുത്തിലെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേറൊരാൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിലല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആവും. ഓക്കെ, എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീ വന്നിട്ട് ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മസാജ് ചെയ്യുമ്പോഴാണെങ്കിലും പ്രസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നിങ്ങൾക്ക് വളരെയേറെ എന്താ പറയുക, ചീ അവിടുന്ന് മൂവ് ചെയ്യുന്നതുകൊണ്ട് വളരെയേറെ കംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ പറ്റും. ഡിസിനെസ്സിന് നല്ലതാണ്, ഹെഡ് ഏക്കിന് നല്ലതാണ്, നെക്കിൻ്റെ സ്റ്റിഫ്നെസ്സിന്, ഷോൾഡർ പെയിനിന്, ബാക്ക് പെയിനിനൊക്കെ നല്ലതാണ്, നാസൽ കൺജഷന് നല്ലതാണ്, സ്രോർ തോട്ടിന് നല്ലതാണ്. ലൊക്കേഷൻ ഞാനിപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിക്കോളൂ. ഓക്കെ, BL10 എന്നുള്ളത് ഞാൻ സ്ക്രീൻ പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, സ്ക്രീൻ പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്.
ഓക്കെ, അതായത് നിങ്ങൾക്ക് ലൊക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ GB20 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇവിടെയാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് സെന്ററിലേക്ക് കൈ ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നോർമലി നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്പൈനിന്റെ അടുത്ത് വരും. 0.5 ഏകദേശം GB20 താഴെ. ഈ സ്ഥലമാണ് ഈ പറയുന്ന 10. ഇവിടെയാണ് നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് താഴെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. GB20 മാത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് ടുവേർഡ്സ് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ക്ലിയർ ആണോ? അതേമാതിരി നിങ്ങൾ ഇവിടെയൊക്കെയാണ് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മോർ കംഫർട്ടബിൾ തോന്നുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ചീ അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാൻ അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞത്. അവിടെ